ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദംസ് ഫുഡ്ലാബിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതിൽ എരിവിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചമുളക് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ മസാലകളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ 1 കിലോ റൈസ് വെച്ചിട്ട് അതേപോലെ 1 കിലോ ചിക്കനും വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. നമ്മൾ ജീരകശാല റൈസ് എന്നൊക്കെ പറയില്ല, അതാണ് ഇതിന് വേണ്ടത് കേട്ടോ. തലശ്ശേരി ദം ബിരിയാണിക്ക് വേണ്ടത് ആ റൈസാണ്. പിന്നെ മീഡിയം സൈസായി ഇത് കട്ട് ചെയ്ത് വെച്ച 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 8-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കഷ്ണം ഇഞ്ചി ഈ കാണുന്നത് പോലെ തന്നെ, പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 രീതിയിൽ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് മസാല തയ്യാറാക്കാനുള്ളത്, ഒന്ന് നമുക്ക് വറുത്ത് കോരാനുള്ളതും കൂടിയാണ്. രണ്ടിലും മീഡിയം സൈസ് 2 സവാള വീതമാണ് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് 2 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 എണ്ണം ആണെങ്കിൽ ചെറിയ തക്കാളി 3 എണ്ണം എടുത്താൽ മതി. പിന്നെ വറുത്ത് കോരാനുള്ള കാഷ്യൂ നട്ടും മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാല. ഈ ഗരം മസാല ഈ സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കോലം, പിന്നെ കുറച്ച് ജാതിപത്രി, ഇത്രയും അളവിൽ മതിയാവും ജാതിപത്രി. പിന്നെ വലിയൊരു ടേബിൾ സ്പൂൺ നിറയെ ഏലക്ക, കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ. പിന്നെ ഇത് ഷാജീരകമാണ്, അത് നിറയെ 1 സ്പൂൺ ഷാജീരകം ബിരിയാണിയിലേക്ക് സ്പെഷ്യലായിട്ട് ഇടുന്നതാണ്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരുംജീരകം എന്നൊക്കെ പറയുന്ന വലിയ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ അതിലേക്ക് പിന്നെ വേണ്ടത് നമ്മുടെ ജാതിക്ക, ഒരു ജാതിക്ക മുഴുവനായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലകളൊന്നും വേണ്ട നമുക്കപ്പോൾ. മസാല തയ്യാറാക്കാൻ വേണ്ടി ഇത് എടുത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാമല്ലോ. അതിൽ നിറയെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല മാത്രം മതി നമുക്കിതിലേക്ക്. അപ്പോൾ ഗരം മസാല ഉണ്ടാക്കുന്ന രീതി, ഇത് ഒരു ചൂടായ ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടായതിന് ശേഷം മാത്രം നന്നാക്കി, പിന്നെ തീ കത്തിക്കരുത്. ചൂടായ ചട്ടിയിലിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതേപോലെ നന്നായി പേസ്റ്റാക്കി എടുക്കുക. ചതച്ചാൽ പോരാ, കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ സവാളയാണ്. സവാള അതൊന്ന് വറുത്ത് കോരി വെക്കണം. അതാണ് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിന് ടേസ്റ്റിനുള്ള പ്രധാന ബിസ്ത എന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ സവാള ഒന്നിച്ച് നമുക്ക് വറുത്ത് കോരി മൊരിയിച്ചെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ വറുത്ത് കോരി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാൽഡ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഒന്നിച്ച് മുരിഞ്ഞ് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഈ സമയത്തൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഒന്നിച്ച് കരിഞ്ഞു പോകും ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലാവുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വറുത്ത് കോരി പ്ലേറ്റിലേക്ക് ഇട്ട് ഉടനെ നമ്മളിതൊന്ന് പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അതൊന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ. കട്ടായി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ച കാഷ്യൂ നട്ടും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈ വറുത്ത് കോരി വെച്ച സവാള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ. അത് നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. തലശ്ശേരി ദം ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നതും ഈ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇതിൽ. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കിലോ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി നമുക്കിപ്പോൾ തന്നെ വെള്ളം വാരാൻ വേണ്ടി വെക്കാം. ഇനി ഞാനൊരു പാത്രം, അടിക്കട്ടിയുള്ളൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം.
ഇനി വേണമെങ്കിൽ നമുക്ക് എണ്ണ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ച് വെച്ച സൺഫ്ലവർ ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഈ നെയ്യൊക്കെ ഉരുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് ആ അരിയുടെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. നേരെ മറിച്ച് കുക്കറിലൊക്കെ ആണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിന് ഇരട്ടി വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ഒരുപാട് സമയം കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കഴുകി വെച്ച അരി വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വാർത്ത് വെച്ച ഈ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. ഇത് തിളച്ച് വന്നതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനാണോ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ച ഉടനെ തന്നെ ഈ അരി വെള്ളം കൂടെ തിളച്ച ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും തുറന്ന് ഇതേപോലെ പരുവത്തിലാവുമ്പോൾ നേരെ നല്ല സിമ്മിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ. ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ദമ്മിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് മാത്രം നമ്മളിത് ഓപ്പൺ ആക്കിയാൽ മതി. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് നാം എടുത്ത് വെച്ച സവാള ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വന്നോട്ടെ. ഇത് മുരിഞ്ഞ് കിട്ടുമെന്ന് വേണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് എല്ലാം കൂടെ പേസ്റ്റാക്കി വെച്ചിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പരുവത്തിലായതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതാണ് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനുണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇടത്തരം 2 വലിയ തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഒന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉപ്പിടുമ്പോൾ ചിക്കനിലേക്കും കൂടെ കണ്ടിട്ട് വേണം ഉപ്പിടാൻ കേട്ടോ. പിന്നെ എല്ലാ മസാല കൂട്ടിയതിന് ശേഷം ഉപ്പുണ്ടോ എന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തും വേണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒന്ന് വാടി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കണം. നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ച ഗരം മസാലയാണ്. അതൊന്നൊരു 1 ടേബിൾ സ്പൂണ് ഒന്നിട്ട് കൊടുക്കണം. പിന്നെ പുതിനയില, മല്ലിയില കരിഞ്ഞ് വെച്ചിരുന്നു, അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്യണേ. 1 കിലോ ചിക്കനാണ് ഞാൻ അതിലെടുത്തിട്ടുള്ളത്. 1 കിലോ അരിയിലേക്ക് 1 കിലോ ചിക്കൻ എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി പൊടിച്ചിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് പൊടിച്ചിട്ടൊന്ന് അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഒരു നാരങ്ങയുടെ ഫുൾ ജ്യൂസ് ഇതിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം പുളി നല്ലോണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടെ തൈര് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. തൈരും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ, തൈര് എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. എല്ലാം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടോയെന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ, അത് മറക്കരുത്. അപ്പോൾ ഉപ്പ് ബാലൻസ് അല്ലെങ്കിൽ പിന്നെ ഈ ചിക്കൻ്റെയും മസാലയുടെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്ന് ശരിക്കും നോക്കണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല അടപ്പ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കുക. അതിന് ശേഷം വേണം നമുക്ക് ദമ്മിടാൻ. നമുക്കിതൊന്ന് നമ്മൾ റൈസ് റെഡിയാക്കി വെച്ചിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്.
ഈ ഒരു പരുവത്തിൽ നല്ല വേവ് തന്നെ നമ്മൾ കംപ്ലീറ്റ് വേവ് തന്നെ കിട്ടണം. കാരണം നമ്മൾ ദമ്മിലിടുമ്പോൾ ഇനി അധികം ഒന്നും വേവാനുണ്ടാവില്ല. ചിക്കൻ ആണെങ്കിലും റൈസ് ആണെങ്കിലും അധികം ഇനി കൂടുതലാവൊന്നും വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് വേവ് തന്നെ കിട്ടണം നമുക്ക്. അപ്പോൾ ഇതുപോലെ പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനും ഏകദേശമൊക്കെ വേവായി തുടങ്ങി. എല്ലാം റെഡിയാക്കി ഒന്ന് പരത്തിയിട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി, കാഷ്യൂനട്ട്, മുന്തിരിയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് വിതറി കൊടുക്കുക. അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ച കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ നിന്ന് വിതറി കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത ലെയറും കൂടെ ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കളറിന് വേണ്ടി മാത്രം. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം കുങ്കുമപ്പൂ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ദം ചെയ്യണം. അപ്പോൾ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലൊന്ന് ഇതിൻ്റെ അടപ്പ് വെച്ച് കൊടുത്താലും മതി. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അടച്ചു വെച്ചതിന് ശേഷം മൈദ കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ദമ്മിട്ട് കൊടുക്കുക. ആവി പുറത്ത് പോവാത്ത രീതിയിലൊന്ന് ദമ്മ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ഫ്ലെയിം കൂടരുത്, കാരണം അടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഞാൻ മൈദ വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് 20 മിനിറ്റിന് ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ബിരിയാണിയുടെ ഒറിജിനൽ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഫുൾ ആവി ഒന്നിച്ചിങ്ങോട്ട് തുറക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാം പാകത്തിലായിട്ട് ചോറും ഒക്കെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്തേക്കിട്ട് നമുക്കിതിൻ്റെ ചിക്കൻ ഇതിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സേവ് ചെയ്താലും മതി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.